ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗ്രീനാറോയുടെ J3 എന്നുള്ള ഒരു വയർലെസ് ഹെഡ്സെറ്റാണ്. സോ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ പ്രൈസ്, അതുപോലെ യൂസ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. സോ ഇതാണ് ബില്ല്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വയർലെസ് മൈക്കുള്ള ബോക്സ്. സോ യു ക്യാൻ സി രണ്ട് മൈക്കുകളാണ് വരുന്നത്. ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ പോർട്ടും. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വയർലെസ് മൈക്ക്. സോ നമ്മൾ കണ്ടതുപോലെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ പോർട്ട്. ഓക്കെ, അതുപോലെ രണ്ട് മൈക്കുകളാണ് വരുന്നത്. സോ നമ്മൾ ഒരു ഇൻ്റർവ്യൂ എല്ലാം എടുക്കുന്ന സമയത്ത് മൈക്ക് രണ്ടെണ്ണം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് കണക്ട് ചെയ്ത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനോടൊപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് സി ചാർജിങ് കണക്ഷൻ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്, കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഐഫോണിലേക്കെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണിന് യോജിച്ച കണക്ഷൻ പോർട്ടിലുള്ള ഒരു കണക്റ്റിംഗ് ടൂളും കൂടി തന്നിട്ടുണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. സോ യാ, ദിസ് ഈസ് ദ ബുക്കും പേപ്പറും. സോ നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. സോ ഇത് ഇപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ, ലൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോർമലി ഫോണിലെ മൈക്ക് വെച്ച് എങ്ങനെ റെക്കോർഡ് ചെയ്ത വോയിസ് ആയിരിക്കും. സോ നമുക്കിത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ മൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഗ്രീനാറോയുടെ മൈക്ക്, വയർലെസ് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ സൗണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ട ഒന്നാണ്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത സമയത്ത് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ തോന്നിയത്. ആൻഡ് ഞാൻ റൂമിൽ ഇരുന്നിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 3 ലെവൽ കൺട്രോളുണ്ട്. സോ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. തേർഡ് ലെവൽ ആകുമ്പോൾ നമ്മളുടെ നോയിസ് ക്യാൻസലേഷൻ അത്രയും കുറഞ്ഞിട്ടുള്ള ലെവലിലാണ് നമുക്ക് കിട്ടുക. സോ ഫാൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഇത് ആക്ച്വലി സക്സസ്ഫുൾ ആണ്, നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് ഫാനിൻ്റെ സൗണ്ട് ഇല്ല, നോയിസ് ക്യാൻസലേഷൻ വർക്കിംഗ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ആക്ച്വലി ഫോണ് ഇവിടെ ബെഡിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ പോയിട്ട് സംസാരിക്കാം. സോ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇതിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കണക്ഷൻ്റെ പ്രശ്നം വരുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കാം. ഞാനൊരു 100-200 മീറ്റർ അപ്പുറത്തേക്കാണ് പോകുന്നത്. സോ ആ ഡിസ്റ്റൻസിൽ കൂടുതൽ നമ്മളൊരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസിൽ പോയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ക്ലാരിറ്റി എന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഞാനൊരു 100-200 മീറ്റർ ഞാനൊന്ന് മാറി നിന്നേക്കാം. റൈറ്റ് നൗ എൻ്റെ ഫാൻ ഇങ്ങനെ കറങ്ങാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ദൂരേക്ക് പോയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം 50 മീറ്റർ ദൂരെ പോയി. നൗ
ഇപ്പോൾ അറൗണ്ട് 100 മീറ്റർ ആയി. ഇപ്പോൾ ഞാൻ വീടിൻ്റെ വാതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെയും പുറത്തിറങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഓക്കെ, സോ ആൾമോസ്റ്റ് ഒരു 200-250 മീറ്റർ ഞാൻ ദൂരെ പോയിട്ടുണ്ട്. നൗ ഓക്കെ, ഞാനിപ്പോൾ ഫോണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഡിസ്റ്റൻസിലേക്ക് പോയ സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് കേൾക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഈ മൈക്കിൻ്റെ ഒരു ലൈക്ക് നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡിസ്റ്റൻസിലോട്ട് നമ്മൾ പോകുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അടുത്ത സ്ലൈഡിലായിട്ട് വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ ഓരോ ലെവലും, ഞാൻ പറഞ്ഞ 3 ലെവലുണ്ട്, ആ 3 ലെവലും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ ഓക്കെയാണ്. ഓരോ ലെവൽ കഴിയുന്തോറും നമ്മുടെ ക്യാൻസലേഷൻ ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസീവർ ഓണാക്കി നോക്കാം. സോ വൺസ് ഈ ഡിവൈസുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഗ്രീൻ ലൈറ്റ് കാണാൻ സാധിക്കും. സോ 3 ലെവൽ വോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറയുകയുണ്ടായി. സോ എങ്ങനെയാണ് നോയിസ് ക്യാൻസലേഷൻ ആ ലെവൽ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ബ്ലിങ്ക് ചെയ്തിട്ട് കത്തും. സോ ഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ അതുപോലെ തന്നെ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്താൽ 2 തവണ ബ്ലിങ്ക് ചെയ്യും. സോ ഇത് സെക്കൻഡ് ലെവലാണെന്ന് മനസ്സിലായി. ഇനി ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ ബ്ലിങ്ക് ചെയ്യും. സോ ഇതാണ് തേർഡ് ലെവൽ എന്താ പറയുക വോയിസ് ക്യാൻസലേഷൻ. ഓക്കെ, ഓക്കെ. അപ്പം നിങ്ങളൊരു യൂട്യൂബിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2000 രൂപ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡിവൈസ് ആയിട്ടാണ് ഇത് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം കുഴപ്പമില്ല. ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. 2 റിസീവർ തരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ 2 പേര് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. സോ എസ്പെഷ്യലി ഒരു യൂട്യൂബർ, തുടക്കക്കാരനായിട്ടുള്ള യൂട്യൂബറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. നിങ്ങൾക്ക് അത്ര വലിയൊരു മുതൽ മുടക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊരു ഫോണും ഇതുപോലുള്ള ഒരു വയർലെസ് മൈക്ക് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഓഡിയൻസിന് കേൾക്കാൻ സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. സോ ഇത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഇത് നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.